അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് മോഹമല്ലിക എന്ന് പറഞ്ഞു. പിന്നാണ് ചേച്ചി മല്ലിക സുകുമാരനായത്. ചേച്ചിയും സഹോദരങ്ങളുമല്ല എന്നെ വിളിച്ചിരുന്നത് എൻ്റെ കുടുംബക്കാർ വിളിക്കുന്നത് പോലെ രാജു എന്നാണ്. ഇന്നും എന്നെ അങ്ങനെ വിളിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് മല്ലിക ചേച്ചി. ഈ അവസരത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ചേച്ചിക്ക് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും നൽകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചേച്ചിക്ക് മംഗളാശംസകൾ. അച്ഛനും തിളങ്ങിയ അവരുടെ പ്രാബല്യം തെളിയിച്ച സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് എളിയ കലാകാരന്മാരാണ് ചേട്ടനും ഞാനും ഇന്ന്. അമ്മ എന്ന നടിയെക്കുറിച്ച് ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ മാത്രം അറിവോ വളർച്ചയോ ഒന്നും എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അമ്മ എന്ന സ്ത്രീ ഞാൻ കണ്ടിട്ടുള്ള, എൻ്റെ ചേട്ടനും ഞാനും നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ സ്ത്രീയാണ് ഞങ്ങളുടെ അമ്മ എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ആ ശക്തിയുടെ തണലിലാണ് ഞങ്ങൾ വളർന്നത്, ഞങ്ങൾ ഇന്ന് ഞങ്ങളായി തീർന്നത്. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ, നല്ല കഥാസന്ദർഭങ്ങൾ, മുഹൂർത്തങ്ങൾ അമ്മയെ തേടി എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ അമ്മയുടെ ഇളയ മകൻ പൃഥ്വിരാജ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഡാൻസും പാട്ടും കഥാപ്രസംഗവും. അപ്പോൾ ചേട്ടൻ വന്നൊരു ചന്ദനക്കട്ടിലിൻ്റെ ഒരു കഥ മല്ലിക ചേച്ചി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചേട്ടനിപ്പം റിട്ടയർ ചെയ്ത് ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. ചേട്ടൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. ചേട്ടനും ചേച്ചിയും ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് മോഹമല്ലിക എന്ന് പറഞ്ഞു. പിന്നാണ് ചേച്ചി മല്ലിക സുകുമാരനായത്. അപ്പം കുഞ്ഞിലേ മുതൽ നമ്മുടെ മനസ്സിൽ ചേച്ചിയുടെ ആ ഒരു ഇത് ചേട്ടൻ വന്ന് വീട്ടിൽ പറയുന്നത്, ഇങ്ങനെ ഒരു കലാകാരി ഇത്രയും നന്നായിട്ട് നൃത്തം ചെയ്യും, നന്നായിട്ട് പാട്ടുപാടും, കഥാപ്രസംഗം, ഇതെല്ലാം കൂടെ അന്ന് കുഞ്ഞിലേ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ചേച്ചിക്ക് അന്നേ ആ കലാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. എല്ലാം സാഹിത്യവും എല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ചേച്ചി വന്നത്. മാത്രമല്ല ചേച്ചിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ചേച്ചിക്ക് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് രത്നങ്ങളാണുള്ളത്. ഒന്ന് ഇന്ദ്രനും രാജുവും. അവർ മാത്രമല്ല, അവർ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളായി മാറുന്നത് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളായെന്ന് മാത്രമല്ല, അവരുടെ രണ്ട് ഭാര്യമാരും സിനിമയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അങ്ങനെ ഒരു കുടുംബം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവരും സിനിമയിൽ. സുപ്രിയ ആണെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നിർമ്മാതാവാണ്. നമ്മുടെ പൂർണിമ വളരെ നല്ലൊരു, അത് ചിരിക്കാനുള്ള വലിയ, ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആളായിട്ട് ഇന്ന് വേണമെങ്കിലും പറയാം. സുപ്രിയ ചെയ്തിട്ടുള്ള പടങ്ങൾ ഇവിടെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതിനെക്കുറിച്ച്. അപ്പം പൂർണിമയാണെങ്കിലും പൂർണിമയ്ക്ക് ഫാഷൻ ഡിസൈനിങ്ങും അഭിനയവും കാര്യങ്ങളും ഇന്നും രാവിലെ അത് അഭിനയിച്ചിട്ട് ഓടി, ഉറക്കമില്ലാതെ ഓടി നേരെ എയർപോർട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഈ പ്രോഗ്രാം. അപ്പം ഇത് ഒരു നമ്മളൊന്നും കേട്ട് പോലും കേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു കുടുംബമാണ്. എല്ലാവരും സിനിമയിൽ, മക്കളും മരുമക്കളും ഒക്കെ സിനിമയിൽ. ഇനി 3 കൊച്ചുമക്കളുണ്ട്, അവരും കൂടെ ഇനി സിനിമയിലേക്ക് വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അവരും വരുമായിരിക്കാം. എന്തായാലും ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ചേച്ചി ഇപ്പം 50 വർഷം പിന്നിട്ട് വളരെ കുറച്ച് ആൾക്കാരെ മലയാള സിനിമയിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, ഇപ്പോഴും അഭിനയിക്കുന്നത്. അതായത് ആ ഒരു തൊഴിൽ കൊണ്ട് നടക്കാൻ 50 കൊല്ലമായിട്ട് ചെയ്യാന്ന് പറയുന്നത് അതൊരു ചില്ലറ കാര്യമൊന്നുമില്ല. ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂട്ടത്തിൽ നമ്മുടെ മണിയമ്പിള്ള രാജുവുണ്ട്. അദ്ദേഹം 50 വർഷം തയ്ക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നു. 74 തോന്നുന്നു. 49 ഇനി ഒരു വർഷം കൂടെ ഉണ്ട്. നമുക്കത് വേറെ രീതിയിൽ നമുക്ക് അന്ന് ആഘോഷിക്കാം. എന്തായാലും അങ്ങനെ ഒരു കുറച്ച് വളരെ ചുരുക്കം പേർക്ക് അത് സാധിക്കത്തുള്ളൂ. അത് തന്നെയാണ് എനിക്ക് മല്ലിക ചേച്ചി ഇവിടെ എത്തിയെന്ന് പറയുന്നത്. ഒത്തിരി സുഖേട്ടൻ്റെ ഒരു സപ്പോർട്ട് എനിക്കൊക്കെ ഓർമ്മയുണ്ട്. മല്ലിക ചേച്ചിയും സുഖേട്ടനും പൂജപ്പര വന്ന് താമസിക്കുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് ഞാനും രാജുവും ഒക്കെ അവിടെ വൈകുന്നേരങ്ങളിൽ പോകുമായിരുന്നു.
സുഖേട്ടനെ കാണാനും ഞങ്ങൾ ഒത്തുകൂടാനും ഒക്കെ ഉള്ളൊരു അവസരങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ സുഖേട്ടൻ 97 മരിച്ചതിന് ശേഷമാണ് ഈ ചേച്ചിക്ക് ഒരു കുറേ നാളത്തേക്ക് ചേച്ചി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അതിൽ നിന്നും അപ്പോൾ ഇവർ രണ്ടുപേരും കുട്ടികളായിരുന്നു. ഇവർ രണ്ടുപേരും ഇന്ന് എത്തുന്ന രീതിയിൽ ഏറ്റവും വലിയ നിലയിലെത്തി. അടുത്ത ഞാൻ പ്രതീക്ഷിക്കുന്നത് രാജുവിന് ഒരു നാഷണൽ അവാർഡ് മറ്റേ പുതിയതായിട്ട് വരാൻ പോകുന്ന സിനിമയിൽ ഞാനത് ചുമ്മാ ഒരു വാക്ക് പറയില്ല, അതിനുള്ള എല്ലാ സംഭവങ്ങളും ആ സിനിമയ്ക്കകത്തുണ്ട്. അത് നമുക്ക് എന്തായാലും 2025 ആ പടം 23 സെൻസർ ചെയ്തത്. അടുത്ത കൊല്ലമേ എനിക്ക് തോന്നുന്നു അവാർഡ് നടക്കാൻ സാധ്യതയുള്ളൂ. അത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു, വളരെ ഗംഭീരമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ട്രailerും കാര്യങ്ങളും ഒക്കെ ഞാൻ അബുദാബി ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ര ഗംഭീരമായിരിക്കും, ഇത്ര കഷ്ടപ്പെട്ട് അഭിനയിച്ചു. അങ്ങനെയാണ് ഇവരെ വളർത്തിക്കൊണ്ട് വന്നത്. അതാണ് അതിനുള്ള എല്ലാ ക്രെഡിറ്റും ചേച്ചിക്കാണുള്ളത്. ശരി, ഞാനിനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, അതായത് മന്ത്രിമാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ്, അദ്ദേഹം ഇപ്പം ഇവിടുന്ന് ട്രെയിനിൽ വന്ദേ ഭാരതിൽ ഇറങ്ങി നേരെ ഇവിടെ വന്ന് വന്നു. മന്ത്രി ശ്രീ അനിൽ, അദ്ദേഹം ഇന്നലെ ബാത്റൂമിൽ മറിഞ്ഞടിച്ച് വീണ് തലയൊക്കെ പൊട്ടിയിരിക്കുകയാണ്, കാലുമൊക്കെ. എന്നിട്ട് അതുമൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഇവിടെ എത്തി. അതും ഒരു സന്തോഷം. താങ്ക് യു. നമ്മുടെ ശ്രീ പന്യന്ദ്രവിന്ദൻ സാർ സന്തോഷം, ഷാജിയൻ കരുൺ സാർ, പിന്നെ രാജു, ബിജു, ഇന്ദ്രൻസ്, പിന്നെ പിള്ളച്ചേട്ടൻ, ചേച്ചിയുടെ ഏറ്റവും വലിയ താങ്ങും തണലുമായിട്ടിരിക്കുന്ന ഡോക്ടർ എം വി പിള്ള സാർ, പിന്നെ ജയചന്ദ്രൻ, അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ബാക്കി എല്ലാവർക്കും, ചേച്ചിയുടെ ഫാമിലി, ഇന്ദ്രൻ, എല്ലാവർക്കും ഇവിടെ, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സിൻ്റെ എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും, ഇവിടെ വന്നിട്ടുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും എല്ലാം ഒരു വാക്കിൽ നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ വേറെ കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. എന്തായാലും എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് സ്വാഗതം പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. മല്ലിക ചേച്ചിയെ പ്രധാന അണിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജീവിനോട് അഭ്യർത്ഥിക്കുന്നു.